ഒരു തെയ്യക്കാലം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇനിയൊരു തുലാം പത്തിനായി ഒരു കാത്തിരിപ്പാണ്, പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയക്ക്. അവർക്ക് എന്ന് വെച്ചാൽ ഈ തെയ്യം എന്നൊരു വികാരം തന്നെയാണ് അല്ലേ. കഴിഞ്ഞു പോയ തെയ്യക്കാലത്തെ ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഒരു തെയ്യക്കാരനോട് തന്നെ ചോദിച്ചറിയണം. ഇനി ആ വിവാദങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരാനുണ്ട്. പിന്നെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടും മാറി. തെയ്യം എന്നത് ഒരു കാഴ്ച വസ്തുവായി മാറുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ ടൂർ പാക്കേജുകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ തെയ്യത്തെ. അതെ, ഒരു ഭക്തി എന്നതിലുപരി ടൂർ പാക്കേജുകാരുടെ ഒരു തള്ളിക്കയറ്റം, ക്യാമറ കണ്ണുകളുടെ ഒരു തള്ളിക്കയറ്റം ഒക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യണം. അതിനായി നമുക്ക് പ്രശസ്ത തെയ്യം കലാകാരൻ വിനു പെരുവണ്ണാൻ ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. നമുക്ക് വിനു പെരുവണ്ണാനെ ഒന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ കെട്ടുന്ന തെയ്യത്തിന് മനസ്സിലേക്കും ശരീരത്തിലേക്കും ഒരുപോലെ ആവാഹിക്കാൻ സാധിക്കുന്ന ചുരുക്കം ചില തെയ്യം കലാകാരന്മാരിൽ ഒരാളാണ് ശ്രീ വിനു പെരുവണ്ണാൻ. അപ്പോൾ ഈ ഒരു തെയ്യത്തിന്റെ യാത്രയിൽ ആദ്യകാലത്തെ ചുവടുകൾ, ആദ്യകാലത്തെ തെയ്യത്തിന്റെ ഓർമ്മകളൊന്ന് നമ്മളോട് പങ്കുവെക്കാമോ? ചെറുപ്പകാലം തൊട്ട് തന്നെ അച്ഛൻ്റെ കൂടെയാണ് അണിയറകളിലേക്കെല്ലാം പോയത്. അപ്പോൾ അച്ഛൻ ഒരു തെയ്യക്കാരനായിരുന്നു. അപ്പം അങ്ങനെ അണിയറ ചെറുപ്പകാലം തൊട്ടേ വന്നു. ആടിവടെല്ലാം ചെറുപ്പത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തെയ്യത്തിൻ്റെ ഒരു ഓരോ കാവുകളിലും പോകുമ്പോൾ അതിനോടുള്ളൊരു താല്പര്യം, സ്നേഹം, വളരെ സന്തോഷമായിരുന്നു ആ ഒരു സമയത്ത്, ആ കാലഘട്ടത്തിൽ. അതിന് വേദനകളൊന്നും അങ്ങനെ അറിയില്ല. ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് ആ വർണ്ണവിസ്മയം തന്നെ പറയാം. അത്രമാത്രമുള്ളൊരു കാര്യം ചിന്തിച്ചുകൊണ്ട് പാരമ്പര്യമായിട്ട് തന്നെ അച്ഛനച്ഛന്മാർ, അമ്മാവന്മാരെല്ലാം തെയ്യക്കാരായിരുന്നു. അപ്പോൾ അതുവഴിയാണ് വന്നത്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ കൂടെ അണിയെല്ലാം വന്ന് കുറച്ച് കാലം കഴിയുന്ന സമയത്ത്, ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അച്ഛൻ എന്നോട് ചോദിച്ചു, ഒരു കതുവനൂരുവിൻ്റെ തടിങ്ങത്തോറ്റം കെട്ടിയിട്ട് തെയ്യത്തിലേക്ക് ആരംഭം കുറിക്കുന്നു എന്ന് ചോദിച്ചു. കതുവനൂരുവിൻ്റെ തടങ്ങത്തോറ്റം എന്ന് പറയും. അത് തടങ്ങത്തോറ്റം ആദ്യമായിട്ട് കെട്ടുന്നത് കൊലധാരി മാത്രമേ തടങ്ങത്തോറ്റം കെട്ടേണ്ടതില്ല. ബാക്കിയുള്ള സമയത്ത് കതുവനൂരിൻ്റെ വലിയ തോറ്റം ബാക്കിയുള്ള കർമ്മങ്ങളും ചെയ്യാം. അപ്പോൾ തടിങ്ങത്തോറ്റം ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ തെയ്യത്തിന് തന്നെയാണ് ആദ്യമായിട്ട് കതുവനൂരിൻ്റെ തടിങ്ങത്തോറ്റം. കുണിയിലൊരു വീട്ടിലൊരു നേർച്ച തീ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തെയ്യവുമായി ബന്ധപ്പെട്ടിട്ട് തടിങ്ങത്തോറ്റം കഴിച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ തെയ്യത്തിലേക്ക് ആരംഭം കുറിക്കുന്നത്. ഓക്കെ, അപ്പോൾ കതിവനൂർ വീരനാണ് പ്രധാനമായും കെട്ടുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ തെയ്യം കലാകാരന്മാർക്കൊക്കെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. ആ ഒരു തെയ്യം സീസൺ കഴിഞ്ഞ് പിന്നെ ഒരു 4 മാസം ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു സമയത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കതിവനൂർ വീരൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ പോലും തലേന്ന് പയറ്റൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് വീണ്ടും തെയ്യം കെട്ടുമ്പോൾ നമുക്കൊരു ഇരിക്കാൻ പോലും ഒരു സമയം കിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ കതുവനൂർ വീരൻ കോലം ധരിക്കുന്ന സമയത്ത് ശാരീരികമായിട്ട് വളരെ, മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. അത്രമാത്രമുള്ള കഠിനമായ പ്രയത്നം ആ തെയ്യത്തിനുണ്ട്. നമ്മളെല്ലാ കോലം ധരിക്കുന്നവർ തന്നെയാണ്. എല്ലാ തെയ്യത്തിനും അതിൻ്റെതായ പ്രയാസമുണ്ട്. പക്ഷേ ഇതിന് കുറച്ചും കൂടി കൂടുതൽ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് പ്രയാസം അധികമുണ്ട്. അപ്പോൾ ഈ തോറ്റം കഴിയുമ്പോൾ ശാരീരികമായിട്ട് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാവും. അത് വിജയിപ്പിക്കാനുള്ള ഒരുപാട് സമർപ്പണം കൊണ്ട് അത് വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരുപാട് പേടി, ഉൾഭയെല്ലാം ആദ്യം നമുക്കുണ്ടാവും. അപ്പോൾ അതൊന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അതൊന്ന് അതിൻ്റെ പരിപൂർണ്ണതയിൽ എത്തിച്ച് ആ തെയ്യം കോലൊന്ന് പൂർത്തിയാക്കണം എന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടങ്ങുകയെന്ന് ചെയ്യുക. അപ്പോൾ അത്രമാത്രം പ്രയത്നം ഇല്ലതുകൊണ്ട് ഒരുപാട് പഠനം ചെയ്യാനുണ്ട്, ഒരുപാട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത് തോറ്റം കഴിഞ്ഞാൽ തന്നെ ഒരു തെയ്യക്കാരൻ്റെ പകുതിയിലധികം ശാരീരികമായിട്ടുള്ള ബലമെല്ലാം കുറഞ്ഞു പോകും. പിന്നീട് തെയ്യം അതിനെക്കാട്ടും ഉപരിയായിട്ട് വേണ്ടുന്നൊരു കാര്യം. അപ്പോൾ തെയ്യവും അത്രമാത്രം കഷ്ടത അനുഭവിച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ തെയ്യെല്ലാം കെട്ടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്തത്രയില്ല വിഷമമുണ്ടാവും. പക്ഷെ അത് സമൂഹത്തിന് മുമ്പ് നമ്മൾ ആ വിഷമം കാണിക്കലില്ല. നമ്മൾ അതിന് ശേഷമുള്ള കാര്യം എന്ന് വെച്ചാൽ കർക്കിടക മാസമെല്ലാം നമ്മൾ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. ഒന്ന് പലതരത്തിൽ ചെയ്യുന്നവരുണ്ട്. നമ്മളിപ്പം ചെയ്യുക ചവിട്ടിത്തടി, പിന്നെ കർക്കിടക മാസത്തിലെ ചികിത്സ ചെയ്ത്, അതുപോലെ പച്ചമരുന്നുകൾ, ലേഹ്യം, രസായനങ്ങളെല്ലാം കുടിക്കുന്നവരെല്ലാം ഉണ്ട്. നമ്മൾ ആട്ടിൻ സൂപ്പെല്ലാം കുടിച്ചിട്ട് ദേഹത്തിന് വേണ്ടുന്ന ഒരു രക്ഷ നൽകാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ അതുപോലെ ശരീരം കെട്ടിമുറുക്കി ആക്കിയത് കൊണ്ടാണ് ഈ ചവിട്ടിത്തരുന്നത്. നാഡീനരമ്പുകളിലും വേണ്ടതുപോലെ രക്തോട്ടൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ പ്രയാസങ്ങളും ഉണ്ടാവും. ദേഹത്തിനുണ്ട് ഇപ്പോഴും അതിൻ്റെ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു കളിയാട്ട കാലത്തേക്ക് നമ്മളെ ദേഹം സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കർക്കിടക മാസത്തെ ചികിത്സ കൊണ്ട് ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്.
പലപ്പോഴും നമുക്കുള്ള സംശയം കൂടിയാണല്ലോ, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും തലേ ദിവസം തെയ്യത്തിന് അർപ്പണ മനോഭാവത്തോടു കൂടി വന്നാൽ പിറ്റേ ദിവസം വരെ കതിവനൂർ വീരനല്ലേ, അത്രത്തോളം ഡ്യൂറേഷൻ ഉണ്ട് അതിന്. അപ്പൊ എങ്ങനെയാണ് അതിനെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് സാധാരണ ഒരു ഭക്ഷണവും വെള്ളവും ഉറക്കുവാണ് ഒരു മനുഷ്യന് വേണ്ടുന്നത്. അതെന്തായാലും ഈ തെയ്യത്തിന് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ദേഹത്തിന് ഒരുപാട് ജലാംശം നഷ്ടപ്പെടും ഈ തോട്ട സമയത്ത് തന്നെ. പക്ഷെ അതുപോലെ ജലം കുടിച്ചിട്ട് ദേഹത്തിനെ പൊരുത്തപ്പെടുത്താൻ നമുക്കാവില്ല. അത് ഭക്ഷണം ഉണ്ടാവില്ല. പുലർച്ചെ തോറ്റം രാത്രിയെല്ലാം കഴിഞ്ഞു, പുലർച്ചെ ഒരു 4 മണിയോട് തെയ്യത്തിന് ഇവിടെ നിന്ന് ആരംഭമായി. പിന്നെ വൈകുന്നേരവും ചിലപ്പോൾ സന്ധ്യക്ക് രാത്രിക്കെല്ലാം ഈ തെയ്യം കഴിയും. ആ കഴിയുന്നവരെയും വേറെ ഭക്ഷണ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതെങ്ങനെയാണ് നിലനിർത്തുന്നത് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു കടാക്ഷം അതിൽ ഇല്ലതുകൊണ്ട് മാത്രം, നമുക്ക് ദൈവാധീനം ഉണ്ടെങ്കിൽ മാത്രം, ആ ദൈവത്തോടുള്ളൊരു സ്നേഹവും സമർപ്പണവും ഇല്ലവർക്ക് അത് സാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. കതിവനൂർ വീരന്റെ ഒരു പ്രത്യേക വീരഭാവമുള്ള ഒരു തെയ്യം കൂടിയാണ് അല്ലെ. ശരീര ചലനങ്ങൾക്കും അതുപോലെ തന്നെ അതിന്റെ വാചാലുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉള്ള ഒരു തെയ്യം കൂടിയാണ്. എങ്ങനെയാണ് ഇതിന്റെ ചുവടുകളൊക്കെ പരിശീലിക്കുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ഒരു ചുവട് പരിശീലനം തുടങ്ങിയത്? എപ്പോഴാണ്? എങ്ങനെയാണ് ചുവടിന്റെ? അതൊക്കെ ഒന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പാരമ്പര്യം കൊണ്ട് കുറേ ഭാഗം ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ആദ്യഘട്ടത്തിൽ അതിന് കൂടുതലായിട്ടൊരു പഠനം ഉണ്ടായിട്ടില്ല. അത് നമ്മളെ ഉള്ളിലേക്ക് ആ ഒരു കാര്യങ്ങൾ വന്നുകൊണ്ടുണ്ട്, പല കാര്യങ്ങളും. അത് ഈ വാൾപ്പയറ്റും കാര്യങ്ങളെല്ലാം അങ്ങനെ കൂടുതലായി പഠിച്ചെടുത്തല്ല. പക്ഷേ നമുക്ക് അതിനൊരു ജന്മഗുണം എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായി. അത് കുറച്ചും കൂടി ചെയ്യാൻ, കുറച്ചും കൂടെ അത് കൂട്ടി വരാൻ അച്ഛൻ നമ്മളെ കാണുമ്പോൾ മനസ്സിലാവില്ല ഇന്നെല്ലാം ഉണ്ട്, അപ്പൊ ഇന്നെല്ലാം വർദ്ധിപ്പിക്കണം എന്ന് അവർക്ക് ധാരണയുണ്ടാവും. മറ്റ് ആൾക്കാർ കതിവനൂർ വീരൻ തെയ്യം കെട്ടുന്നത് കാണുമ്പോൾ ശ്രീ വിനു പെരുവണ്ണൻ അതിനു വേണ്ടിയിട്ട് മാത്രം ജനിച്ചതാണോ എന്നുള്ളൊരു തോന്നൽ കൂടിയുണ്ട്. കാരണം അത്രയേറെ മെയ്വഴക്കത്തോടു കൂടിയാണ് ഈ കതിവനൂർ വീരനെ കെട്ടിയാടുന്നത്. അത്രയേറെ ആൾക്കാർ ആൾക്കാർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്യും ഇത് ഇന്നയാളാണ് കെട്ടുന്നത് എന്ന്. അത്രത്തോളം ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒന്നാമത് എനിക്ക് ആ തെയ്യത്തോട്, കതിവനൂർ വീഴുന്ന ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്. ആ ചെറുപ്പകാലം മുതലേ ഉണ്ട്. അത് അച്ഛൻ്റെ തെയ്യം കണ്ടിട്ടുണ്ട്, അതുപോലെ ബാക്കിയുള്ള ഒരുപാട് പ്രഗത്ഭന്മാരായ കൊലകാരികളുടെ തെയ്യം കണ്ടു. അപ്പോൾ തെയ്യത്തോടുള്ളൊരു ആരാധനയും സ്നേഹവും എനിക്ക് ചെറുപ്പകാലത്തേ ഉണ്ടായി. അപ്പോൾ ആ തെയ്യം കെട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അത് സാധിക്കുമെന്നൊന്നും അന്നേരം മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടില്ല, കാരണം അത്രമാത്രം പ്രയത്നം ഉണ്ടല്ലോ അതിന്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഒരു പാരമ്പര്യ ഗുണം കൊണ്ട് അതിന് വേണ്ടുന്ന ഓരോ കാര്യങ്ങളും വന്നു ചേർന്നു. അപ്പോൾ അച്ഛനിങ്ങനെ ആദ്യം ആ ചെറുപ്പകാലത്ത് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ തടകത്തോട്ടം കെട്ടാന്ന് പറഞ്ഞു. ആ തടകത്തോട്ടത്തിലൂടെ വരുമ്പോഴാണ് അച്ഛൻ അതിന് വേണ്ടുന്ന കാര്യം എനിക്ക് പറഞ്ഞിരുന്നു. അത് അതിൻ്റെ വാൾപ്പയറ്റും കാര്യങ്ങളും തൊഴുത്ത് ആണ് ആദ്യം ശീലിപ്പിച്ചത്. അതിന് ഇങ്ങനെ ഒരു പയറ്റല്ല, അതിൻ്റെ തൊഴുതെടുത്തിട്ട് ചെയ്യുന്നത് മുതലൊരു ആരംഭമാണ്. പിന്നെ മലക്കം കാര്യങ്ങളൊന്നും വേറെ അങ്ങനെ ഒരു പഠിച്ചെടുത്തൊരു കാര്യമല്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു കളരിയിലോ ബാക്കി അഭ്യാസം ചെയ്യാൻ വേണ്ടി ബാക്കി സ്ഥലത്തിലോ പോയിട്ട് ഒരു പഠനം എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് മറ്റുള്ളവരെ പഠിപ്പിച്ചാലും അത്ര വഴക്കം കിട്ടുകയും ചെയ്യില്ല. ജന്മനാ ഒരു തെയ്യത്തിന്റെ ഭാഷയിലേക്ക് വരാൻ ചിലപ്പം ഒരു വഴക്കം കിട്ടണമെന്നില്ല. ഈ ഒരു കളരിക്ക് ഈ ഒരു തെയ്യമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട്? കളരി ഈ ആയോധന അഭ്യാസ വിദ്യ കൊണ്ട് കളരി പഠിച്ചാൽ നല്ല ഗുണം കിട്ടും. പക്ഷെ ഞാനീ പറഞ്ഞ പോലെ തെയ്യം കിട്ടുന്ന സമയത്ത് അതിൻ്റെ ആടയാഭരണങ്ങളെല്ലാം ഇങ്ങനെ കാണി കൊണ്ട് കൊടുക്കുന്ന കാര്യങ്ങളും തലപ്പാളിപ്പട്ടം തലപ്പാളി അങ്ങനെ വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം കെട്ടിക്കൊണ്ടാണ് ഈ ആയോധന വിദ്യ പ്രയോഗം ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അത് കളരി പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ശരീരത്തിന് വേണ്ടുന്ന ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും. വഴക്കം കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്കൊന്നും അതിന് ആ സമയത്ത് അടുത്ത് കളരിയില്ല, അതിന് പോകാനൊരു സാഹചര്യം ഉണ്ടായില്ല. അന്നേരം പിന്നെ അതിന് വേണ്ടുന്നൊരു സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പാരമ്പര്യത്തിൽ വന്നൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ വന്നായതാണ്. ഈ ഒരു കതിവനൂർ വീരന്റെ തോറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു 140 പേജോളം ഉള്ള ഒരു തോറ്റം തന്നെയാണ് കതിവനൂർ വീരന്റെ തോറ്റം. അത്രയും ചൊല്ലി തീർക്കേണ്ട ആ ഒരു തോറ്റമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇത്രയും പഠിച്ചെടുത്ത് അത് ചൊല്ലുമ്പോഴും തെറ്റുമോ എന്നൊരു ഭയം ഏവർക്കും ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ? അത് കുറേ ഭാഗം തോറ്റങ്ങളെല്ലാം നമ്മൾ തെയ്യത്തിന് പോയ സമയത്ത് കേട്ടുപിടിച്ചു. അണിയറിൽ തെയ്യത്തിന് കണ്ടു നിൽക്കുന്ന കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്തും കുറേ ഭാഗം കേട്ടുപിടിച്ചിനി. എല്ലാ ഭാഗവും കേട്ടുപിടിക്കാനാവും ചെയ്യില്ല. ബാക്കിയുള്ളതെല്ലാം അച്ഛനോട് ചോദിച്ചിട്ട് എഴുതി വാങ്ങി അതെല്ലാം പഠിച്ചെടുത്ത് ആണ് തെയ്യത്തിലേക്ക് വന്നത്. അന്നേരം നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു ഭയം ഉണ്ടായിനി. അത് കിട്ടൂലമ്മ, ഒരുപാട് കാര്യം വഴിക്കുള്ള കാര്യങ്ങളാണ്. മന്നപ്പൻ്റെ ജനനം മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് സ്ഥലങ്ങളിലൂടെയെല്ലാം സഞ്ചരിക്കുന്ന സമയത്താണ്
ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് നാവിൽ കിട്ടാത്ത അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അതെല്ലാം വഴിക്ക് ഇല്ലെങ്കിൽ അതെല്ലാം മാറിപ്പോവും, പിന്നെ എടുത്തെടുത്തൊക്കെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഭയം ഉണ്ടായിന്. പക്ഷെ അതൊന്നും നമുക്ക് തെയ്യത്തിലേക്ക് വന്നിട്ടില്ല, അങ്ങനെയുള്ള പ്രയാസമൊന്നും വന്നിട്ടില്ല. ദൈവത്തിലേക്ക് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറെ കൗതുകമുള്ള കാര്യമാണ് ഈ വാചാല്, ഈ തെയ്യത്തിന്റെ വരമൊഴി എന്ന് പറയുന്നത്. ഈ നമ്മളെ തെയ്യം കോലം കെട്ടുന്നതിലുപരി ഈ പുരാണം, ഇതിഹാസങ്ങൾ, അതിനെപ്പറ്റിയൊക്കെയുള്ള അഗാധമായ അറിവും കൂടി ഉണ്ടാവണമല്ലോ. നമ്മൾ ഈ തെറ്റാതെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ തൊഴുമ്പോഴായാലും ആൾക്കാരെ തെറ്റാതെ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം അതെങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്? വാമൊഴിയാണോ, അല്ല പുസ്തകത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടോ? അതിന്റെ പഠനം എങ്ങനെ? ദൈവം സംസാരിക്കുന്ന വിഷയമാണെങ്കിൽ അത് ഒരു പഠനം കൊണ്ട് ഇല്ലതല്ല. ഒരു വ്യക്തി മുമ്പിൽ വരുന്ന സമയത്തില്ലേ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നത് ഒരു പഠനം കൊണ്ടാവില്ല, അദ്ദേഹത്തിന് ജീവിതകാര്യവുമായി ബന്ധപ്പെട്ടത്. പേഴ്സണലി നമുക്ക് അനുഭവം ഉള്ളത്, നമ്മൾ ചിലപ്പോൾ തെയ്യത്തിന്റെ ആ ഒരു വാക്ക് നമുക്ക് കൂടുതൽ ഊർജ്ജം തരും, കൂടുതൽ പോസിറ്റിവിറ്റി തരും. ഇനി മുന്നോട്ടുള്ള കാര്യം എങ്ങനെയാണ് അതുമായിരിക്കും ചിലപ്പോൾ നമ്മളോട് പറയുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ഒരു ശക്തിയാണ് ആ പറയുന്നത്. ഇനി മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം, ഒരു ഊർജ്ജം കൂടിയാണ്. അപ്പോൾ അത് എപ്പോഴുള്ള സംശയമാണ്, എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് നമ്മളുടെ അവസ്ഥയെ പറയാൻ പറ്റുന്നത്? അതൊരു ആ സാഹചര്യമാണ്. ആ ദൈവം ഒരാൾ മുമ്പിൽ വരുമ്പോൾ ആ ദൈവസമയത്തിൻ്റെ ഒരു തോന്നൽ, ഒരു വെളിപ്പെടൽ മാത്രം. ആ തോന്നലാണ് സംസാരിക്കുന്നത്. അതായത് നേരത്തെ കാലത്തെ കണക്കൂട്ടി പറയാനുള്ള ഒരു കാര്യമൊന്നും അതിലില്ല. അല്ല, തീർച്ചയായും അല്ല. അതിലങ്ങ് എന്താണ് ഭക്തിയോടുകൂടി നമ്മൾ അതിലങ്ങ് വീണുപോകും എന്നുള്ളതാണ്. കാരണം അപ്പം നടക്കുന്ന ആ സംഭവങ്ങളായിരിക്കും നമ്മളോട് തെയ്യം പറയുന്നുണ്ടാവുക. അപ്പൊ തെയ്യം നമ്മളോട് പറയുന്ന അതേ ഒരു ഫീലാണ് നമുക്ക്. നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ഫീല് കൂടി ഒരു ഭക്ത എന്നതിൽ നമുക്ക് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം തൊട്ടറിയുന്നത് ഈ സംസാരത്തിലൂടെ കൂടുതലാവുക. അത് ദൈവം പറഞ്ഞ വാക്കുകൾ അവരെ വളരെയധികം അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരെ ഒരുപാട് കാര്യങ്ങൾ, ഇന്നലെ വരെ നടന്ന കാര്യം, ആ സമയം വരെ നടന്ന കാര്യം, അല്ലെങ്കിൽ ഇനി വരാനുള്ള ഇന്നലെ വരെ ഉള്ള കാര്യം പറയുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുക. അപ്പോൾ വരാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ദൈവത്തിന് ഒരു അനുഗ്രഹത്തോടുകൂടി ദൈവം കൂടെ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ ഒരു വാക്ക് കിട്ടുമ്പോൾ ഒരു മനസ്സംതൃപ്തി, അതെല്ലാം അതിൽ വരും. തീർച്ചയായും നമുക്ക് മുന്നോട്ടുള്ള ഒരു ഊർജ്ജം കൂടിയാണത്. നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ കൂടി ആ ഒരു മൊഴിയിലുണ്ട് എന്നുള്ളത്. അതെ. പിന്നെ പുരാണങ്ങളായിട്ട് പറയുന്നത് വെച്ചാൽ ഈ തെയ്യ സമയത്ത് വഴിനട ദൈവത്തിൻ്റെ ജീവിതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഓരോ സന്ദർഭത്തിന് അനുസരിച്ചിട്ട് ആ ദൈവം കടന്നു പോകുന്ന സന്ദർഭം ഏതാണോ ദൈവത്തിൻ്റെ ജീവിതം, ആ ജീവിത സമയത്തായിരിക്കും അവർ വരിക. അവർ വരുമ്പം ചിലപ്പോൾ അവരോട് ഈ ജീവിത സാഹചര്യം അനുസരിച്ചിട്ടുള്ള ബന്ധങ്ങൾ പറയുമ്പം പുരാണ കഥകളായിട്ട് കടന്നു പോകും. അങ്ങനെയാണ് ഈ പുരാണ കഥകളിലേക്ക് ദൈവത്തിൻ്റെ കദവനൂരിനെ സംബന്ധിച്ചിടത്തോളം പുരാണ കഥകളിലേക്ക് കടക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. അവരെ വരുന്ന സമയം, നിമിത്തം, കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ആ ഒരു പുരാണ കഥയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ ഒരു കഴിഞ്ഞുപോയ തെയ്യക്കാലം എങ്ങനെയെന്നാൽ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു സമയമാണ്. ഏവരും ഉറ്റുനോക്കിയ ഒരു തെയ്യക്കാലമാണ് മറ്റു തെയ്യക്കാലങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു കഴിഞ്ഞുപോയ തെയ്യക്കാലം. അപ്പോൾ ഒരുപാട് ക്യാമറ കണ്ണുകളുടെ തള്ളിക്കയറ്റും, ഒരു ടൂർ പാക്കേജ് എന്ന രീതിയിൽ തെയ്യത്തെ മാറ്റി നിർത്തിയ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കോലധാരികൾ റീൽസിന് വേണ്ടി മാത്രം ഈ ഒരു തെയ്യം കെട്ടുന്നു, തെയ്യത്തിൻ്റെ വീഡിയോ എടുത്ത് റീൽസിലിട്ട് അതിലൂടെ ഫേമസ് ആകുന്നു, അതുപോലുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സമയമാണ്. അപ്പോൾ കോലധാരികളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളും അതുപോലെ തന്നെ ഈ വരുന്നവർക്ക് മനസ്സിലാകില്ല എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. കാരണം പുറത്തുനിന്ന് വരുന്നവർക്കൊന്നും ഇത് മനസ്സിലാകില്ല. അപ്പോൾ ഇനി വരുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഈ കോലധാരികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച്? ഇപ്പം കുറച്ച് കാലങ്ങളായിട്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഒരു വരവോടുകൂടി അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. രണ്ട് ഭാഗമുണ്ട്. ഒരു ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനൊന്നും പ്രയാസമില്ല, പറ്റാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇപ്പം നമ്മളെ നാട്ടിൽ മുമ്പ് കാലത്ത് നമ്മൾ കോലധരിക്കുന്ന സമയം അച്ഛന്മാർ, അമ്മാവന്മാർ അല്ലെങ്കിൽ പ്രഗത്ഭന്മാരായ മറ്റുള്ള തെയ്യം ഒരുപാട് ആൾക്കാരെ തെയ്യങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ നാട്ടിൽ വന്നിട്ട് അടുത്തുള്ള നാട്ടിൽ നിന്ന് വരെ വന്നിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ സാഹചര്യം മാറി, വാഹന സൗകര്യമില്ലായി, അങ്ങനെ വന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതെല്ലാം വരുന്നത് ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് ദൈവത്തിനറിയാം, നമ്മളെ ക്ഷേത്രം, അവിടെ ചിട്ടവട്ടങ്ങൾ, അവിടെ അടുത്ത അനുഷ്ഠാനം, നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തെയ്യം ഒരു കലാരൂപം, അനുഷ്ഠാന കലയാണെന്നാണ് പറയുക. കലാരൂപം, അനുഷ്ഠാന കല എന്ന് തന്നെ, കല എന്ന് വന്നത് തന്നെ ഒരു ഫോക്ലോറിൻ്റെ വരവോടുകൂടി. അത്ര വരെ തെയ്യക്കാരി, കോലധാരി, കോലക്കാരൻ ഇങ്ങനെല്ലാം പറഞ്ഞു വന്നിട്ടുണ്ട്. തെയ്യക്കാരൻ വന്നിട്ടുണ്ട്, ഞാൻ കോലക്കാരൻ വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് തെയ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ട തെയ്യം അങ്ങനെയാണ്, നല്ലൊരു അന്തരീക്ഷത്തിൽ.
ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം മനസ്സിലാക്കുന്നവരാണ് ചുറ്റുവട്ടമുള്ളവർ. അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രതിഷ്ഠ എന്താണ്, അവിടെ ചെയ്യേണ്ട കർമ്മം എന്താണ്, അടുത്ത ദൈവം തെയ്യം എന്ന് പറയുന്ന ആ ദൈവമാണ്. ആ ദൈവത്തിനെ കാണാനാണ് ഇവരെല്ലാം വരുന്നത്, അങ്ങനെ അനുഗ്രഹം വാങ്ങാൻ. ആ ഒന്നോ രണ്ട് വ്യക്തികൾ മാത്രമല്ല, ഒരു സമൂഹം, നാനാജാതിയിൽപ്പെട്ട സമൂഹം നിറഞ്ഞു നിൽക്കുന്നൊരു അന്തരീക്ഷം ക്ഷേത്രങ്ങളിൽ. ബാക്കിയുള്ള കലാരൂപം പോലെയല്ല തെയ്യം. അപ്പോൾ എല്ലാവരും കൂടിച്ചേർന്ന് വളരെ സന്തോഷമായി ചെയ്തു തന്നെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ചെയ്തു വന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പം അടുത്ത കാലം, ഒരുപാട് ദൂരമൊന്നുമായിട്ടില്ല, അടുത്ത കാലത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. ഇപ്പം കഴിഞ്ഞ വർഷം വരെ പ്രശ്നങ്ങളുണ്ടായി, കേട്ട് വിഷമമുണ്ട്, വളരെ വിഷമമാണ്. എന്നാൽ സാധാരണ രീതിയിൽ തെയ്യത്തിന് ഒരു അനുഷ്ഠാന പാരമ്പര്യം കൊണ്ട് ചെയ്ത് വരുന്ന ഒരു കാര്യത്തിനെല്ലാം ഒരു വ്യതിചലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നതെന്ന് പറയുമ്പോൾ വിഷമമാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോ എടുക്കുന്ന, വീഡിയോസ് എടുക്കുന്നു, അതെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് പോകുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങളെല്ലാം അതിനെ കൊണ്ടുണ്ട്. മറ്റുള്ളവരെല്ലാം ഈ തെയ്യത്തെ പറ്റി മനസ്സിലാക്കാനും അറിയാനെല്ലാം സാധിക്കുന്നുണ്ട്. പക്ഷെ അതിലുപരി ദോഷം എന്ന് വെച്ചാൽ, ഇപ്പോൾ പുറമേയുള്ളവർ, ഇതിനറിയാത്തവർ ഇത് കണ്ട് ഭയങ്കരമായൊരു തെയ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് കാണാനുണ്ട്. അങ്ങനെ കണ്ടു അവർ ഈ തെയ്യത്തിൻ്റെ മഹത്വം എന്താണെന്ന് അറിയാതെ കാണാൻ വരും. അപ്പോൾ അവർ വരുന്ന സമയം തെയ്യം എന്ന് പറയുന്നത് ദൈവമാണോ, അത് അനുഷ്ഠാനപരമായി ബന്ധപ്പെട്ടതാണോ, ഇത്രയും കാലം നമ്മളൊരു ക്ഷേത്രത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രം നിലനിർത്തിക്കൊണ്ട് ആ ക്ഷേത്രത്തിൽ ഒരു ദേവീ ദേവനെയാണോ ഒരു വർഷക്കാലം അല്ലെങ്കിൽ ഒരുപാട് വർഷം കാത്തിരുന്ന് കാണുന്നതെന്ന് ധാരണ നൽകുക. അവർ വരുന്ന ഇതുപോലെ റീൽസ് എടുക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്നത്. പുതിയ തലമുറയുടെ ആസ്വാദന രീതി തന്നെ വ്യത്യസ്തപ്പെട്ടിട്ടുണ്ട് തെയ്യത്തിന്റെ കാണുന്നത്. അത് പുതിയ തലമുറ എല്ലാവരും പറഞ്ഞൂടാ, കുറച്ച് ഭാഗം ആൾക്കാർ അങ്ങനെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ദൈവത്തിനെ മനസ്സിലാക്കാതെ കൊണ്ട് വരുന്നവർ, അപ്പോൾ റീൽസ് മാത്രം എടുക്കാൻ വരുന്നവർ. അപ്പോൾ തെയ്യം കണ്ടനാറുകടൻ എന്ന് പറയുന്ന ദൈവം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. വേറെന്ന് വെച്ചാൽ കണ്ടനാറുകടൻ ദൈവം നിങ്ങൾ പറഞ്ഞ പോലെ തീരകപ്പെടുന്ന തന്നെയാണ്. ദൈവം വയനാട്ടുവിൻ്റെ വില്ലിൻ്റെ സ്പർശം മൃഗമേറ്റ് മോക്ഷപ്രാപ്തി ദൈവികമായ ഫലമുണ്ടായ ഒരു ദൈവം. പക്ഷെ അതിന് വേണ്ടുന്ന ഒരു അനുഷ്ഠാന വഴിയുണ്ട്, അതിൻ്റെ ചടങ്ങുകൾ, കൃത്യത്തിലെ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളെ വ്യതിചലിച്ചു പോകുമ്പോഴാണ് അതിന് പ്രയാസം വരുന്നത്. അത് ഒരു പാരമ്പര്യം കൊണ്ട് നമ്മളുണ്ടാക്കിയതല്ല, ഒരു പാരമ്പര്യം കൊണ്ട് വലിയൊരു തലമുറ, പൂർവിക തലമുറ ഉണ്ടാക്കി വെച്ചൊരു പാരമ്പര്യമുണ്ട്, ഒരു അനുഷ്ഠാനമുണ്ട്, ഒരു ചടങ്ങുകളുണ്ട്. അതെല്ലാം നടത്തിക്കൊണ്ട് വന്നാൽ അതെല്ലാം സമൂഹത്തിന് അറിയുന്നതാണ്. അപ്പോൾ അത് നടത്തിക്കൊണ്ട് വന്നാൽ എന്തായാലും അത് പോരായ്മ വരില്ല. അപ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ഒരു തെയ്യക്കാരനായാലും അതിന് വ്യതിചലിച്ച് പോയാൽ അതിന് പ്രയാസം ഉണ്ടാവും, ആ കർമ്മപൂർത്തിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കണ്ടു നിൽക്കുന്ന ഒരു സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർ തെയ്യത്തിന് മനസ്സിലാക്കിയവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം മാനസിക വിഷമം ഉണ്ടാവും, നമ്മൾക്കായാലും മനസ്സിന് മുറിവുണ്ടാവും. അങ്ങനെ ഉണ്ടായ ഒരുപാട് കാര്യങ്ങളിലുണ്ട്. അപ്പോൾ സമർപ്പണത്തോടുകൂടി തന്നെ, അനുഷ്ഠാന പാരമ്പര്യത്തോടുകൂടി തന്നെ കർമ്മം പൂർത്തിയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെപ്പറ്റിയുള്ള പ്രയാസങ്ങളെല്ലാം വന്നിട്ടുണ്ട്. തെയ്യം അടിക്കാൻ പോകുന്നു, അതായത് തെയ്യം കെട്ടി നിൽക്കുന്ന ആ ഒരു കോലത്തിൽ തന്നെ ജനങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു, പ്രകോപിതനാകുന്നു, പിന്നെ അതുപോലെ തന്നെ ബക്കറ്റ് വലിച്ചെറിയുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഈ ഒരു സീസണിൽ അഭിമുഖീകരിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ അത്രയും ചർച്ചയായ ഒരു വിഷയം തന്നെയാണ്. അതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമൊന്നും ഒരു തെയ്യക്കാരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ ഇത്. ആ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട്, എന്താണ് ആ ദൈവമെന്നും ആ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സമൂഹത്തിലേക്ക് നമ്മൾ കാട്ടിക്കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ വരെ ചെയ്തു വന്നൊരു സത്യകർമ്മ ദൈവം തെയ്യം. അപ്പോൾ ആ കർമ്മം പാലിച്ചുകൊണ്ട് തന്നെ സത്യസന്ധമായ രീതിയിൽ ആ കർമ്മനിഷ്ഠയോടുകൂടി തന്നെ ആ അനുഷ്ഠാന കർമ്മം പാലിച്ചു കൊടുക്കേണ്ടത് നമ്മളെ ധർമ്മമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ആത്മസമർപ്പണം ഉണ്ടാവണം. ആത്മസമർപ്പണം ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല ഒരു കാലത്ത്. ദൈവവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ടുകൊണ്ടാണ് കോലം ധരിക്കുന്നത് അല്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഗവേഷണത്തിന്റെ വിഷയം കൂടിയാണ് ഈ തെയ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മുമ്പിലും വരുന്നത് ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് പരമ്പരാഗതമായിട്ട് എന്താണോ ഇവിടെ വരുന്നത് എന്നുള്ള പറ്റിയിട്ട് അവർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് കൊണ്ടുവരിക, താങ്കളെ പോലെയുള്ള തെയ്യം കലാകാരന്മാർ അതിനെപ്പറ്റി സംസാരിക്കുക, അവർക്കും കൂടി അറിവ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് വിദേശികളടക്കം നമ്മുടെ തെയ്യം കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. അവർ കാണുന്നത് എന്താണ്? ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ തെയ്യം എന്ന് പറയുന്നത് ഇതാണോ അതിൻ്റെ അനുഷ്ഠാനങ്ങൾ എന്നൊക്കെയുള്ളൊരു സംശയം കൂടി ഉണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് അവർക്കും അറിവ് കൊടുക്കേണ്ടതാണ്. ഈ തെയ്യത്തെ സ്നേഹിച്ചുകൊണ്ട് വരുന്നവർ, അല്ലെങ്കിൽ അറിയാൻ വേണ്ടി വരുന്നവരുണ്ട് ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ അത് പഠനം ചെയ്യാൻ വേണ്ടി ദൈവം എന്താണ്, എങ്ങനെയാണ് ആ തെയ്യം ഉണ്ടായത് എന്നതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി വരുന്നവരുണ്ട്. അതിനൊന്നും പ്രയാസമൊന്നുമില്ല. പക്ഷെ അത് അവർ വരുമ്പോൾ
നമ്മൾ ആണ് ഇത് കാട്ടി കൊടുക്കേണ്ടത്. തെയ്യം ഇന്നതാണ്, ഇതാണ് തെയ്യം, പ്രഹസനമല്ല. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് നല്ലൊരു തെയ്യത്തിനെ അണിയറയിൽ പോയി കഴിഞ്ഞാൽ, നല്ല അണിയറ എന്ന് വെച്ചാൽ കർമ്മനിഷ്ഠയോടുകൂടി ചെയ്യുന്ന ഒരു അണിയറയിൽ പോയി കഴിഞ്ഞാൽ പുറമേ നിന്ന് വീക്ഷിക്കുന്ന ആൾക്ക് ആ ദൈവം എന്താണ്, കടനാടിമാർ, ആ കൊലധാരികൾ ചെയ്യുന്ന കാര്യം എന്താണ്, ആ ദൈവത്തിലേക്ക് അവർ ചെയ്യുന്ന ഓരോ ചുവടും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. പിന്നെ തെയ്യം പഠിച്ചാൽ തീരാത്ത അത്ര കാര്യമുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. മുഖത്തെഴുത്തും ഒക്കെ ഇതിൽ എല്ലാ ഇപ്പം തെയ്യം എന്ന് പറയുമ്പോൾ കലാരൂപം എന്ന് പറയുന്നതല്ലാണ്ട് ഒരു കലയിലും മാത്രം ഉൾപ്പെട്ടതല്ല, ഒരുപാട് കലകൾ. അതിൽ ചിത്രം വന്നു. ചിത്രം സാധാരണ രീതിയിൽ വരക്കലാണ്. പക്ഷേ തെയ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ തിരിച്ചു കടത്തി ഇർക്കിളി കൊണ്ടും ചെത്തി ആക്കി അതിനെ കൊണ്ടുള്ള ചെറിയ സൂക്ഷ്മമായ എഴുത്തുകളെല്ലാം ഈ ഇർക്കിളി കൊണ്ടാണ്, ഓല കൊണ്ട് ആണ് അത് പറയുന്നത്. ഓല ചെത്തി മിനുക്കിയിട്ടാണ് ഉണ്ടാക്കും. അതിനെ കൊണ്ടെല്ലാം ചായലും മണ്ണിൽ ഉപയോഗിച്ചിട്ടാണ് ഈ എഴുത്തുകളിലുണ്ടാകും. നമ്മൾ പരമാവധി അണിയറകളിൽ, അണിയറ എന്ന് പറയുന്നത് അണിമറയാണ്. അണിമറ എന്ന് പറയുമ്പോൾ ദൈവത്തിനെ ഒരുക്കുന്നത് ഈ അണിമറയിൽ വെച്ചിട്ടാണ്. ഒരുക്കുമ്പോൾ മുഖത്തെടുത്ത കാര്യങ്ങൾ ആ രൂപത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ നമ്മുടെ സ്വകാര്യമായ കാര്യം പോലും ചിലപ്പോൾ ഇങ്ങനെ പകർത്തിയെടുക്കാൻ ഒരാൾ തുനിയുന്നുണ്ട്. അതൊരു ശരിയല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് അണിയറയിലേക്ക് നമ്മളങ്ങനെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോ ഒന്നും നമ്മളങ്ങനെ കടത്തിവിടലില്ല. അവിടെ ദൈവത്തിൻ്റെ രൂപം തികച്ചു വരുന്ന സമയത്ത് ഒരാളെയും അങ്ങനെ കടത്തിവിടില്ല. പിന്നെ പുറമേ നിന്ന് ശരിക്കല് മറയില്ലാത്ത എല്ലാ സ്ഥലത്തും അണിയറ അങ്ങനെ പരിപൂർണമായി മറച്ചിട്ടുണ്ടാവില്ല. കടുവനൂർ വരുന്ന തെയ്യത്തിനെല്ലാം അങ്ങനെ പരിപൂർണ്ണമായിട്ട് മറക്കും. അങ്ങനെ ഒരു മറയില്ലാത്ത സ്ഥലത്തെല്ലാം അങ്ങനെ പുറത്തുനിന്നെല്ലാം എടുത്തതെല്ലാം ഇങ്ങനെ വീഡിയോസിലെല്ലാം ഇങ്ങനെ കണ്ടുവന്നിട്ടുണ്ട്. അതൊന്നൊരു ശരിയല്ല, അതൊരു കാര്യം തന്നെയാണ്. നമുക്കത് വിഷമം അതിനുണ്ട് ഒരുപാട്. ഇനി കുറച്ച് യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ തെയ്യക്കാലം അവിടെ അവസാനിച്ച് കഴിഞ്ഞാൽ ആ തെയ്യം എന്നുള്ള ആ ഒരു സീസണിൽ മാത്രമാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് വരുമാനം ഒക്കെ പറയുന്നത്. ആ തെയ്യക്കാലം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരു തെയ്യക്കാരൻ്റെ ആ കോലമൊക്കെ കഴിച്ചു വെച്ചാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിത യാഥാർത്ഥ്യം എങ്ങനെയാണ്? തെയ്യക്കാലം കഴിഞ്ഞാൽ നമുക്ക് വേറെ കൂടുതലായിട്ടൊരു പണി എടുക്കാനാവില്ല. എങ്കിലും കുറച്ച് അല്പം ആ സമയം അവർ 3-5-6 മാസത്തോളം ഉള്ളിൽ അവർ പണിയെടുക്കാനുള്ളൊരു ഓരോരാളും വ്യക്തിപരമായിട്ട് അവരവർക്ക് വേണ്ടുന്ന കാര്യത്തോട് കടന്നു. കാരണം ജീവിതമാർഗം വേണമല്ലോ. അപ്പോൾ പിന്നീടുള്ള സാമ്പത്തികത്തിന് പ്രയാസം ഉണ്ടാവും എന്തായാലും. മഴക്കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസം തന്നെ. അപ്പോൾ ആ സമയത്ത് വേണ്ടുന്ന ഓരോരോ പണികളിലേക്ക് ഒരാൾ, ഞാനെല്ലാം പിന്നെ ഓട്ടോയിലെടുത്തിട്ട് ഇങ്ങനെ ജീവിച്ചു വന്നതാണ്. ശാരീരികമായിട്ടുള്ള പ്രയാസം ഉള്ളത് കൊണ്ട് ഈ ശരീരം ഒന്ന് പഴയതുപോലെ നിലനിർത്താൻ വേണ്ടുന്ന ഒരു കാര്യം ഉണ്ട്. ഇല്ലെങ്കിൽ അടുത്ത സീസണിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ശരീരത്തിനുള്ളത്. അപ്പോൾ ആ ഒരു സമയം അങ്ങനെയെല്ലാം അന്ന് കാലത്ത് ഓട്ടോയിലെടുത്തിട്ട് ജീവിച്ചു. ഇന്നിപ്പോൾ അത് ചെയ്യാനാവുന്നില്ല. അപ്പോൾ ഇന്നിപ്പം പറഞ്ഞാൽ ശരീരം നിലനിർത്തണം അടുത്ത ഒരു തയ്യാറെടുപ്പിനുള്ളിൽ. അപ്പോൾ ചികിത്സയും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അണിയലും നിർമ്മാണങ്ങളെല്ലാം. അപ്പോൾ ഇനി അതിനൊരു സമയം നമുക്ക് കിട്ടുന്നില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നില്ല. അപ്പോൾ ഇനി പുതിയൊരു തെയ്യക്കാലത്തേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കലാണ് നമ്മൾ കാര്യം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വേറെ വരുമാന സ്രോതസ് എപ്പോഴും ഇല്ല. ഈ ഒരുപാട് കഠിനമായ വേദനയൊക്കെ സഹിച്ചാണ് ഓരോ തെയ്യക്കലാകാരന്മാരും അരങ്ങിലെത്തുന്നത്. പക്ഷേ അവർക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഫോക്ലോർ അവാർഡൊക്കെ ഉണ്ടെങ്കിൽ പോലും വേണ്ടത്ര കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുക? തെയ്യം കലാകാരന്മാർക്ക് വേണ്ട പരിഗണന സർക്കാരിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നില്ല എന്നുള്ള എന്തെങ്കിലും അഭിപ്രായം? മുമ്പ് കാലത്തൊന്നും അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇപ്പോൾ ചില പെൻഷനും കാര്യങ്ങളായിട്ടുള്ള എല്ലാം കിട്ടുന്നുണ്ട്. ഫോക്ലോർ അവാർഡെല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ എഴുതി കൊടുത്തിട്ട് വാങ്ങേണ്ടതാണ്. ഞാനിതുവരെ വാങ്ങിയിട്ടില്ല. ആ സമയം നമുക്ക് തെയ്യത്തിന് സമയം ഇത് കൊടുക്കേണ്ട സമയത്ത് അത് ഓർമ്മയുണ്ടാവില്ല. ഒരുപാട് ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. കൊടുക്കേണ്ട സമയത്തൊന്നും അതിൻ്റെ കൃത്യമായ കാലയളവിൽ കൊടുക്കണ്ടേ, അതൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. വളരെ ഘനഗംഭീരമായ തെയ്യം കഴിച്ചവരിൽ ഇന്ന് ശാരീരികമായിട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്തൊന്നും ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയെല്ലാം കോലധാരികൾക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാം ഒരു മാനസികമായ പ്രയാസമാണ്. ആവുന്ന സമയം അത്രമാത്രം തെയ്യം കെട്ടി പരിപൂർണ്ണ വിജയത്തിലെത്തിച്ച് ഓരോ കൊലധാരികളും ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. അവരെ സഹായിക്കാൻ ആളില്ലാത്തൊരവസ്ഥ നിങ്ങളിപ്പോൾ കണ്ടുവന്നു. അപ്പോൾ നാളെ നമ്മളെ അവസ്ഥ തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അങ്ങനെ ഇപ്പം ആ ഒരു സമയം എല്ലാവരും ഉണ്ട് കൂടെ. പിന്നെ ശരീരത്തിന് കഴിയാത്തൊരു സമയത്ത് ആരുമില്ല. അപ്പോൾ നമുക്ക് അന്ന് വേണ്ടപ്പെട്ടൊരു പ്രവൃത്തിയിലേക്ക് കടന്നു പോയിട്ട് അതിൻ്റെ ഒരു മൂല്യം പിന്നീട് ഒരു വാർദ്ധക്യ സമയത്തെല്ലാം കിട്ടും. പക്ഷെ അങ്ങനെ ഒരു സംഭവമൊന്നും നമുക്ക് കിട്ടൂല. കാരണം നമ്മൾ ഈ തെയ്യത്തിലേക്ക് അത്രമാത്രമുള്ള ഒരു സമർപ്പണം ചെയ്തുകൊണ്ട് അതിൽ തന്നെ ആയി.
അപ്പോൾ ശരീരത്തിന് ദേഹത്തിന് പതിവില്ലെങ്കിൽ ദൈവത്തിനെ സ്വീകരിക്കാനാവില്ല. ആരോഗ്യമുള്ള ദേഹത്ത് മാത്രമേ ദൈവത്തിനെ സൂക്ഷിക്കാനാവുള്ളൂ. കാരണം അത്രമാത്രം ഒരു ശക്തി ഉള്ളിലേക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് പറ്റാത്തൊരു കാലം ആരും ഇല്ലാത്തൊരവസ്ഥ ഇങ്ങനെ കണ്ടുകൊണ്ടുണ്ട് മറ്റുള്ളവർക്ക്. അത് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയുണ്ട്. എനക്കെല്ലാം അങ്ങനെ കണ്ടിട്ട് വളരെ മനസ്സിന് വിഷമം വന്നത് അടുത്ത കാലത്ത് വരെ ഒരുപാട് ആൾക്കാരെ കണ്ട് അങ്ങനെ വളരെ വിഷമമുണ്ട്. കലാകാരന്മാരുടെ പിന്നാമ്പുറ കാഴ്ച എന്ന് പറയുന്നത് ഏറെ പ്രയാസകരമായ ദുരിതപൂർണമായ ഒരു അവസ്ഥയുണ്ട്. അതെ. അപ്പൊ അതിനെ മറ്റുള്ളവരുടെ നിങ്ങൾക്ക് അസോസിയേഷൻ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തെയ്യ കലാകാരന്മാർ? അതെല്ലാം ഉണ്ട്. പക്ഷേ അതിനെക്കൊണ്ടും കൂടുതലായിട്ടില്ല. എന്തെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സുഖമില്ലാത്ത പകുതി വഴി എന്തെങ്കിലും സുഖമില്ലാത്തൊരവസ്ഥ വന്നാൽ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നമ്മൾ സാമ്പത്തിക സഹായം കൊടുത്തിട്ട് അവർക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ ചെയ്യാം എന്നല്ലാതെ അതിലുപരിയായൊരു കാര്യം പിന്നീടൊരു കാലത്ത് അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ആ ഈ ഒരു സമയത്തല്ലാണ്ട് പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ തെയ്യം കെട്ടാൻ പറ്റാത്തൊരു കാലം വരുമ്പോൾ ഇത് പറയാൻ കാരണം വെച്ചാൽ തെയ്യം അത്രമാത്രം ശാരീരിക ബുദ്ധിമുട്ടില്ലെന്നും നാഡീനരമ്പുകളെ ക്ഷയിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് തീയിൽ ചാടുന്ന തെയ്യങ്ങൾ അങ്ങനെ അധ്വാനം കൊണ്ടും അതുപോലെ ചിലമ്പിനെ തൊത്തുകയറിയിടുന്നത് മുതൽ അങ്ങോട്ടേക്കുള്ള എല്ലാ കെട്ട് ബന്ധങ്ങൾ, അതുപോലെ മൂർധാവരി തലക്ക് വരുന്ന ഭാരം കെട്ടുകൾ എല്ലാം പിന്നീട് ചുവടുകാക്കാത്ത അവസ്ഥ, കണ്ണ് കാണുന്നില്ല, അങ്ങനെയെല്ലാം അങ്ങനെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും മുട്ട് തഴഞ്ഞു പോവുക, അതുപോലെ പറ്റാത്ത അവസ്ഥ, നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയെല്ലാം വരുന്ന സമയം അവർക്ക് വേണ്ടുന്ന ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ട്. അപ്പൊ ഈ തെയ്യത്തിന്റെ സമയത്ത് മാത്രമല്ല, അത് കഴിഞ്ഞും ഇവരുടെ കാര്യങ്ങളിലേക്ക് അധികൃതർ ശ്രദ്ധ കൊടുക്കണമെന്നുകൂടി നമ്മളിവിടെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ? നിറമുള്ളൊരു ലോകത്തുനിന്ന് ആ ആവുന്ന സമയത്ത് ആ നിറമുള്ള ലോകമില്ലു. അതിനുശേഷം കഴിയാത്തൊരു കാലം വരുമ്പം ഒരു ഇരുട്ടിൽ തന്നെയാണ് ഉള്ളത്. ആർക്കൊന്നും പറ്റാത്തൊരവസ്ഥ, മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഈ പറയുന്ന പോലെ അവാർഡുകൾക്കൊന്നും പരിശ്രമിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനെക്കാട്ടിയും വലിയ അവാർഡാണ് ഓരോ ജനങ്ങളുടെ മനസ്സിലും താങ്കൾ നേടിയിരിക്കുന്നത്. കാരണം അത് കൂടാതെ പാഠഭാഗത്തിലും താങ്കളുടെ പേര് പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലെ കുട്ടികളുടെ. അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? അതന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റ് എന്ത് അവാർഡ് കിട്ടുന്നതിനേക്കാളും ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. വിനുപെരുമാനെ തെയ്യം നന്നായിട്ടുണ്ട്, വളരെ സന്തോഷമായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു മനസ്സിന് സംതൃപ്തി, അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവിച്ച് വാങ്ങേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ സന്തോഷമായ കാര്യം. കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു പ്രയത്നത്തിൻ്റെ മൂല്യം ആടെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം നിങ്ങൾ പറഞ്ഞ പോലെ പഠന പുസ്തകത്തിലല്ല വന്നത്. പഠന പുസ്തകത്തിൽ ആ കരുവനൂര് വരുന്ന പറഞ്ഞ തെയ്യത്തിനെ പറ്റി ഉണ്ടായിരുന്നു ആ സമയം. അത് ഞാൻ പിന്നീട് അറിയുന്നു. അപ്പോൾ അതിൻ്റെ പരീക്ഷ സമയത്ത്, കൊല്ലപ്പരീക്ഷ സമയത്താണെന്ന് എൻ്റെ ഒരു ഓർമ്മ, അങ്ങനെയാന്ന് തോന്നുന്നു. പരീക്ഷ സമയത്ത് ഈ ചോദ്യപേപ്പറിലൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായി. അത് ഏറ്റവും വേറൊരു ഭാഗ്യം എന്ന് വെച്ചാൽ എൻ്റെ മകൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 7ാം ക്ലാസ്സിലെ പരീക്ഷ പേപ്പറിലാണ് വന്നത്. അപ്പം മകൻ തന്നെയാണ് ആ പരീക്ഷ എഴുതാനൊരു കാര്യമുണ്ടായത്. അവിടെ സ്കൂളിൽ തന്നെ അടുത്ത മാഷ് വിളിച്ചോട് പറയുന്നത് ഇങ്ങനൊരു കാര്യമുണ്ട്, നിങ്ങളെ പറ്റിയിട്ട് പരീക്ഷ പേപ്പർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ആദ്യം ഒന്നും മനസ്സിലാക്കി. അങ്ങനെ ഒരു സാധ്യത ഇല്ലല്ലോ, ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം അറിഞ്ഞേ പിന്നെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ആദ്യം. വളരെ സന്തോഷമായി അങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ട്. അത് ഒരു മഹാഭാഗ്യമായിട്ട്, ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ് അതല്ലേ? നമ്മളെ തെയ്യത്തിന്റെ സമുദായത്തിൽ തന്നെ നമുക്കൊരു എന്ന് പറയുമ്പോൾ തന്നെ വിനുപെരുവണ്ണാൻ എന്നാണ് ആൾക്കാരുടെ മനസ്സിലുള്ളത്. അത്രയേറെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു താങ്കളുടെ ആ ഒരു തെയ്യക്കോലത്തെ എന്ന് വേണം പറയാൻ. ഞാൻ ഇതിനിടെ ഒരു വീഡിയോ കണ്ടിരുന്നു. വയനാട്ട് കുലവൻ പറയുന്നത്, അതായത് തനിക്ക് വേണ്ടത്ര പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ. അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ദൈവത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ ഭാഷ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കണ്ടനാറുകളൻ തെയ്യത്തിന് കുറച്ച് ആരംഭങ്ങളുണ്ട്. ഈ കേളൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ദൈവമായി മാറാനുള്ള കാരണം തന്നെ വയനാട്ടൂർവനാണ്. ആ ക്ഷേത്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം വയനാട്ടൂർവനാണ്. വയനാട്ടൂർവനാണ് ഇവർക്ക് മോക്ഷപ്രാപ്തി ദൈവികമായ പരിവേഷം കൊടുത്തത്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഭാഷയിൽ ആ സമയത്ത് പറഞ്ഞൊരു വാക്കായിരിക്കും. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ കണ്ടനാറുകളുടെ ഒരു ആർഭാടും ആരംഭമുണ്ട്. ആരംഭം പണ്ട് കാലത്തേ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നത്തെ ആരംഭത്തിൽ വ്യത്യസ്തതയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് അപ്പോൾ അതുമാത്രം കാണാൻ ആയിട്ട് ഒരുപാട് ജനങ്ങൾ വന്നു. അപ്പോൾ തീയിൽ കണ്ടനാറുകളൻ കയറുന്നത് കാണാൻ, അത് കണ്ടപാട് എല്ലാവരും ഒഴിഞ്ഞുപോയി. പിന്നെയാണ് വയനാട്ടൂർവന പുറപ്പാട്. അപ്പോൾ ആ സമയം വയനാട്ടൂർവന ശ്രദ്ധ ചെയ്യാത്തൊരവസ്ഥ ചിലപ്പോൾ ദൈവത്തിൽ തോന്നിയിട്ടുണ്ടാവും.
അതിനി വന്നവരായാലും ചിലപ്പം ക്ഷേത്രത്തിനുള്ളിലുള്ളവരായാലും കണ്ടനാറുകളുടെ ആരംഭം കഴിഞ്ഞപാട് ചിലപ്പം ക്ഷേത്രത്തിൽ അന്ന് കാവധികാരികളായാലും അല്ല അടുത്ത കുടുംബക്കാരായാലും മാറി നിന്ന ഒരവസ്ഥയാണ്. ചിലപ്പോൾ ആ സാഹചര്യം അനുസരിച്ച് ദൈവം പറഞ്ഞ വാക്കുകളായിരിക്കും. എന്നെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു തെയ്യക്കാലം, ഒരു തുലാമ്പത്തിനായി ഇനി നമ്മുടെ പല മലബാറുകാർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇനി ഈ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നമുക്കൊന്ന് ചുരുക്കിക്കാം. ഇങ്ങനെ ഇനി ക്ഷേത്രങ്ങളിൽ നമ്മളെ ഈ കാവൻ്റെ അന്തരീക്ഷം പണ്ടേ പോലെ തന്നെ പോകണമെങ്കിൽ നമ്മൾ കുലധാരികൾ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം, തെയ്യക്കാരുടെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ തന്നെ വേണം. അത് വ്യതിചലിക്കാൻ പറ്റുന്നതല്ല. പക്ഷേങ്കിൽ കൂടുതലായിട്ട് വേണ്ടത് കാവധികാരികളാണ്, ആ ക്ഷേത്രം നടത്തുന്നവർ. അതുപോലെ ആ ദേശത്തിലെ സമൂഹം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പണ്ടേ ആ കാവിൽ വന്ന് തെയ്യം കാണുന്നതും ദൈവത്തിനറിയുന്നതുമായ ആൾക്കാരും എല്ലാവരും ചേർന്നുകൊണ്ട് നിൽക്കണം. എന്നാൽ മാത്രമേ അത് ഇനി ആവുള്ളൂ. കാരണം വരുന്നവരോട് ഈ ക്ഷേത്രം മുറ്റത്ത് തിരുമുറ്റം പോലും കിട്ടാത്തൊരവസ്ഥ ഇപ്പം തെയ്യ സമയത്ത് വരുന്നു. തിരുമുറ്റം കിട്ടുന്നില്ല. തെയ്യത്തിന് വേണ്ടുന്ന കലാശങ്ങൾ ചടങ്ങുകൾ പൂർത്തിയാക്കാനില്ല തിരുമുറ്റം പോലും കിട്ടാത്തൊരവസ്ഥ. അതിലുണ്ടാക്കി തരാൻ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാനാവില്ല. അത് അടുത്ത കാവധികാരികളെ നമുക്ക് ഉണ്ടാക്കി തരണം. ആ ഒരു സ്ഥലം, ആ ദൈവത്തിന് വേണ്ടുന്ന എല്ലാ ചടങ്ങുകളും ചെയ്യേണ്ട ഒരു സ്ഥലം നമുക്ക് ഉണ്ടാക്കി തരണം. എന്നാലും മാത്രമേ അവിടെ കർമ്മപൂർത്തികൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതിനിടയിലാണ് പോരാത്ത കാര്യങ്ങളൊന്നും വരുന്നത്. അതിനുള്ളിലേക്ക് അറിയാത്തവർ വന്നാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്താൽ വരുന്ന പ്രയാസങ്ങളാണ് പിന്നീട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാവധികാരികൾ വേണ്ട പോലെ അത് കൈകാര്യം ചെയ്താൽ മാത്രമേ ഇനിയുള്ള കാലം ആ പണ്ടത്തെ പോലെ നമുക്ക് ഈ തെയ്യവുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് കൃത്യതയോടെ പോകാൻ സാധിക്കും. പറഞ്ഞതുപോലെ ആചാരവും അനുഷ്ഠാനങ്ങളും ഒക്കെ കൃത്യതയോടെ പാലിച്ചുകൊണ്ട് വരുന്ന ഒരു തെയ്യക്കാലം ഏറെ പ്രത്യാശയോടുകൂടി നമുക്ക് കാത്തിരിക്കാം അല്ലേ ഇനി വരുന്ന ഒരു തെയ്യക്കാലത്തെ. അപ്പോൾ ഇത്രയും സമയം നമ്മളെ കൂടെ ചേർന്ന വിനോദ് പെരുവണ്ണാന് ഒരുപാട് നന്ദി. കാരണം ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു തന്നു. എന്തൊക്കെ ഇനി ശ്രദ്ധിക്കണം, അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെയ്യം കാണാൻ വരുന്നവർ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പകർന്നു തന്നു. ആ ഒരു അറിവ് പകർന്നു തന്നു. എന്തായാലും ഇത്രയും സമയം നമ്മുടെ പ്രോഗ്രാമിൽ ചേർന്നതിന് നന്ദി. സന്തോഷം.